സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തേർഡ് മൊഡ്യൂളിലെ ടോപ്പിക്സാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ തിയറി ഓഫ് ബെൻഡിങ്ങിനെ കുറിച്ചാണ് തിയറി ടോപ്പിക്സ് പഠിച്ചിട്ടുണ്ടായിരിക്കാം. ശേഷം നമ്മൾ അതിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അതിൽ വരുന്ന പ്രോബ്ലംസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്കായി തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അത് ചെയ്ത് അതിൻ്റെ ആൻസർ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ ഓൾറെഡി നമ്മുടെ ആ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമുക്കിനി ഈ ഒരു രണ്ട് ക്വസ്റ്റ്യൻസും കൂടി ഈ ഒരു ടോപ്പിക്കിൽ നോക്കാനുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എ കാൻലിവർ ഈസ് ഓഫ് സർക്കുലർ സെക്ഷൻ ഓഫ് ഡയമീറ്റർ 100 mm ഇഫ് ദ ലെങ്ത് ഓഫ് കാൻഡിലിവർ ഈസ് 0.9 meter. ഫൈൻഡ് ദ പോയിൻ്റ് ലോഡ് വിച്ച് ഇറ്റ് ക്യാൻ ക്യാരി അറ്റ് ഇറ്റ്സ് ഫ്രീ ആൻഡ് ദ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ഈസ് നോട്ട് ടു എക്സീഡ് 50 MPa. അപ്പോൾ നമ്മൾ ശരിക്കും ഫസ്റ്റ് തവണ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ മൈൻഡിലേക്കൊന്ന് കയറണം. ഓക്കെ, രണ്ടാമത്തെ തവണ വായിക്കുമ്പോൾ നമ്മൾ അതിൽ ഗിവൺ ഡാറ്റാസാണ് എഴുതി വെക്കേണ്ടത്. ഫസ്റ്റ് സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഒരു കാൻലിവർ ബീമാണെന്ന് മനസ്സിലായി, അതുപോലെ സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെന്ന് മനസ്സിലായി, അതിൻ്റെ ഡയമീറ്റർ 100 mm ആണെന്ന് മനസ്സിലായി. ഓക്കെ, കാൻലിവർ ആണ്, സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ്, സോ എന്തായിരിക്കും ഡയമീറ്ററാണ് തന്നിരിക്കുന്നത്, അത് 100 mm ആണ്. രണ്ടാം സെൻറ്റൻസ് നോക്കുമ്പോൾ ഇഫ് ദ ലെങ്ത് ഓഫ് കാൻലിവർ ഈസ് 0.9 meter, അപ്പോൾ ആ ഒരു കാൻലിവറിൻ്റെ ലെങ്ത്ത് 0.9 meter ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാൻലിവർ ലെങ്ത്ത് 0.9 meter ആണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി വരുന്നത് ഫൈൻഡ് ദ പോയിൻ്റ് ലോഡ് അറ്റ് വിച്ച്, ഇവിടെ പോയിൻ്റ് ലോഡാണ് വരുന്നത്, വിച്ച് ഇറ്റ് ക്യാൻ ക്യാരി അറ്റ് ഇറ്റ്സ് ഫ്രീ എൻഡ്. അപ്പോൾ ഈ ഫ്രീ എൻഡ് നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിലൊക്കെ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലെ ഷിയർ ഫോഴ്സ് ഡയഗ്രം അല്ലെങ്കിൽ നമ്മുടെ ബെൻഡിങ് ഡയഗ്രം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ്. സോ ഒരു കാൻഡിലിവർ ബീമിനകത്ത് ഇവിടെ പോയിൻ്റ് ലോഡാണ്, ഫ്രീ എൻഡിൽ പോയിൻ്റ് ലോഡാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ശേഷം find the point load which it can carry at its free end. The maximum bending stress is not to exceed 50 MPa. അപ്പോൾ നമുക്കിവിടെ ബെൻഡിങ് സ്ട്രെസ്സും 50 MPa തന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മെഗാപാസ്കൽ എന്ന് പറഞ്ഞാൽ Newton/mm² ആണ്, Newton/mm² തന്നെയാണ്. സോ പ്രത്യേകിച്ച് നമ്മളവിടെ കൺവേർഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് മെഗാപാസ്കലും Newton/mm² രണ്ടും സെയിം ആണ്. സോ നമുക്ക് താഴെ ഇവിടെ കാണുന്ന പോലെ ബെൻഡിങ് സ്ട്രെസ് ഈക്വൽ ടു നമുക്ക് 50 MPa പകരം Newton/mm² നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ പോയിൻ്റ് ലോഡ് വിച്ച് ഇറ്റ് ക്യാൻ ക്യാരി അറ്റ് ഇറ്റ്സ് ഫ്രീ ആൻഡ് ദ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ഈസ് നോട്ട് ടു എക്സീഡ് 50 MPa. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാരി ചെയ്യാൻ പറ്റുന്ന ലോഡാണ് കാണേണ്ടത്, അല്ലെ, W ആണ് നമ്മൾ കാണേണ്ടത്. അതായത് ഈ ഒരു കാൻലിവർ ബീമിൻ്റെ എൻഡിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലോഡാണ്. ഓക്കെ, അപ്പോൾ അവിടെ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് 50 MPa കവിയാനും പാടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഡയമീറ്റർ 100 mm, പിന്നെ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്, ലെങ്ത്ത് 0.9 meter ആണ്. 0.9 meter ഇവിടെ കൊടുത്തിട്ടുണ്ട്. 0.9 meter എന്ന് പറയുമ്പോൾ 0.9 × 10⁻³ mm ആണ്. ഓക്കെ, പിന്നെ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് 50 MPa. ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ. അതുപോലെ കാൻലിവർ ബീമാണെന്ന് പറഞ്ഞാൽ പിന്നെ ബീമിൻ്റെ ലെങ്ത്തും, അല്ലേ. ഇവിടെ മനസ്സിലാക്കേണ്ടത് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഏതാണ്? നമുക്കറിയാം M/I = F/Y = E/R എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് വെച്ചിട്ട് നമുക്കിവിടെ I കാണാൻ പറ്റും. I കാണാൻ നമുക്കറിയുന്നതാണ്. I എന്താ ചെയ്യുക, നമുക്ക് πd³/32 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം, അല്ലേ. πd³/32, കാരണം സർക്കുലർ സെക്ഷനുള്ള ബീമാണെന്നുള്ള കാര്യം ക്വസ്റ്റ്യനിൽ പ്രത്യേകമുണ്ട്. സോ നമുക്ക് സെക്ഷൻ മോഡൽസ് കാണാനായിട്ട് πd³/32 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ തന്നിരിക്കുന്നത് F നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം I/Y ആണ് Z = I/Y ആണ്, അല്ലേ. Z = I/Y ആണ്. അപ്പോൾ നമുക്ക് ഈ ഐയും വൈയും നമുക്ക് കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ ഈ ഐക്കും വൈക്കും വരെ നമുക്ക് Z ഇക്വേറ്റ് ചെയ്താൽ മതി, അല്ലേ.
ഇനി നമുക്കിതിൽ അറിയാത്തപ്പോൾ ഒരു കാര്യം എന്താണ്, ഈ എം ആണ്. എം ഫോർ എന്തായിരുന്നു? എം എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൊമെൻ്റാണ്. പക്ഷേ ഇവിടെ എന്താണ് കാണാൻ പറഞ്ഞുള്ളത്? നമ്മളോട് മാക്സിമം അതിന് ക്യാരി ചെയ്യാൻ പറ്റിയ വെയിറ്റാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലേ? വെയിറ്റാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആലോചിച്ച് നോക്കാം കേട്ടോ. നമ്മുടെ ഇക്വേഷൻ M/I = F/y ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുക. നമുക്കറിയാം M = F × I/y ആണ്, അഥവാ F × I/y എന്ന് പറഞ്ഞാൽ Z ആണ്. നമുക്ക് M = F × Z എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് F ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. Z നമുക്ക് കാണാൻ പറ്റും, കാരണം സർക്കുലർ സെക്ഷനുള്ള ബീമാണ്. അപ്പോൾ നമുക്ക് Z കാണാൻ പറ്റും I/y ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ സെഡിന് ഡയറക്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കാം, πd³/32 ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിതിൽ അത് വെച്ച് നമുക്ക് M കിട്ടും. ഇനി എന്ത് ചെയ്യുക? ആ M കിട്ടിക്കഴിഞ്ഞാൽ, M എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ബെൻഡിങ് മൊമെൻ്റാണ്, അല്ലേ? M എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൊമെൻ്റ്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് M നമുക്ക് ഇവിടുന്ന് ആൻസർ കിട്ടും. അപ്പോൾ നമുക്കറിയാം ഇത് എന്താണ്, ഇത് നമ്മുടെ കാൻലിവർ ബീമിനകത്ത് പോയിൻ്റ് ലോഡ് വരുന്ന കേസാണ്. കാൻലിവർ ബീമിനകത്ത് പോയിൻ്റ് ലോഡ് വരുന്ന കേസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, കാൻലിവർ ബീമിൽ ഫ്രീ എൻഡിൽ പോയിൻ്റ് ലോഡ് വരുമ്പോൾ നമ്മൾ പഠിച്ചതായിരുന്നു, അവിടെ കിട്ടുന്ന ബെൻഡിങ് മൊമെൻ്റ് എത്രയാണ്? നമുക്ക് W × ലെങ്ത്ത് അല്ലെങ്കിൽ W × L ആണ് നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് കിട്ടുക. മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് കിട്ടുക W × L ആണ്. മനസ്സിലായോ? നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് കിട്ടുക W × L ആണ്. അതായത് നമുക്ക് M = ഇവിടെ ഒരു ആൻസർ കിട്ടും. അത് എന്തിന് ഈക്വലാണ്? അത് W × L ഈക്വലാണ്. ഓക്കെ, സപ്പോസ് നമുക്കിപ്പോൾ M = 100 കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യുക? അവിടുന്ന് W നമുക്ക് കാണാൻ പറ്റും, അല്ലേ? 100 = W × L കൊടുക്കുക. L നമുക്ക് ഓൾറെഡി അറിയാം 0.9 മീറ്ററാണ്. അപ്പോൾ എന്ത് ചെയ്യുക? 0.9 പകരം 0.9 × 10³ കൊടുക്കണം, കാരണം എമ്മിലേക്ക് മാറ്റുക. അവിടെ നിന്ന് എന്ത് ചെയ്യുക? ഈ W കണ്ടാൽ നമ്മുടെ ആൻസറായി. അതായത് ഫൈൻഡ് ദ പോയിൻ്റ് ലോഡ്. അവിടെ കൊടുക്കുന്ന കാൻലിവറിൽ കൊടുക്കുന്ന പോയിൻ്റ് ലോഡ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. നമ്മളിതിൻ്റെ മുന്നത്തെ ക്ലാസ്സിലും ഇതേപോലെ ഷിയർ ഫോഴ്സ് ഡയഗ്രം അല്ലെങ്കിൽ ബെൻഡ് മൗണ്ട് ഡയഗ്രം നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്യേണ്ട പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്കും തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ സാധാരണ പോലെ ഇവിടെ നോക്കുക, നമ്മൾ ഗിവൺ ഡാറ്റാസ് ഇവിടെ എത്ര എഴുതിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത് ഈ W ആണ്. അപ്പോൾ നമുക്ക് ഫൈനലി ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് അതിന് എപ്പോഴും നമ്മളിങ്ങനെ M/I = എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. M/I = F/y = വേണമെങ്കിൽ ഫസ്റ്റ് മാത്രം ഇക്വേഷൻ എഴുതി വെക്കുക, കാരണം നമുക്ക് ഏത് തമ്മിലുള്ള റിലേഷൻ യൂസ് ചെയ്യണം എന്നുള്ള തീരുമാനിക്കാനായിട്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നതിൽ നമുക്ക് ഡയറക്റ്റ് എഴുതാം M = F × Z എന്ന് എഴുതാം, അല്ലേ? ഡയറക്റ്റ് നമുക്ക് ഇക്വേഷനിലേക്ക് പോവാം. ശേഷം എന്ത് ചെയ്യാം? നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് W കാണാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? നമ്മളിവിടെ ചെയ്ത പോലെ Z കാണാം. ഓക്കെ, നമ്മളാദ്യം Z കാണാം. ഇവിടെ Z കാണുന്നത് കാണിച്ചിട്ടുണ്ടായിരിക്കും. Z = നമുക്കറിയാം Z സർക്കുലർ സെക്ഷൻ ആകുമ്പോൾ πd³/32 ആണ്. അപ്പോൾ D ആണെങ്കിൽ ക്യാപിറ്റലോ സ്മോളോ ഉപയോഗിക്കുക, കുഴപ്പമൊന്നുമില്ല. ഉദ്ദേശിക്കുന്നത് ആ ഡയമീറ്ററാണ്. ഓക്കെ, അപ്പോൾ വാല്യൂ കൊടുത്താൽ നമുക്ക് πd³ ആൻസർ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇവിടെ കാണുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് 981774.77 mm ആയിരിക്കും πd³/32 നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് Z കിട്ടി. എന്ത് ചെയ്യുക? നമ്മൾ പറഞ്ഞാൽ M = F × Z ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? F 50 ആണ്. 50 × Z ചെയ്തു. M = നമുക്ക് 49.08 × 10⁵ Nm കിട്ടി. നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ കാൻലിവർ ബീമിനകത്ത് ഫ്രീ എൻഡിൽ പോയിൻ്റ് ലോഡ് വരുമ്പോൾ ഇഫ് W is the point load at the free end, then ബെൻഡിങ് മൊമെൻ്റ് എത്രയാണ്? നമുക്കറിയാം ബെൻഡിങ് മൊമെൻ്റ് = W × L ആണ്, അല്ലേ? അപ്പോൾ L എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാം 0.9 × 10⁵ mm ആണ്. അപ്പോൾ Lൻ്റെ സ്ഥാനത്ത് 0.9 കൊടുക്കുക, W കൊടുക്കുക. എമ്മിൻ്റെ സ്ഥാനത്ത് നമുക്ക് എമ്മിൻ്റെ ഈ കിട്ടിയ വാല്യൂ കൊടുക്കുക. അതിൻ്റെ അർത്ഥം 49.08 × 10⁵ = 0.9 × 10⁵ W. അവിടെ നമ്മൾ എന്ത് ചെയ്യാം? W എഴുതുമ്പോൾ നമുക്ക് പറയാൻ പറ്റും എങ്ങനെയാണ് ഇക്വേഷൻ? W = 49.08 × 10⁵ ഡിവൈഡ് ബൈ 0.9 × 10⁵. ഇത് ചെയ്താൽ നമുക്ക് ഇവിടെ കാണുന്ന പോലെ ഫൈനൽ ആൻസർ W = 5453.33 ന്യൂട്ടൺ നമുക്ക് കിട്ടും. അതൊക്കെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെയാണ് നമുക്ക് 7 മാർക്കിന് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ചോദിക്കുക. അപ്പോൾ ചെറിയ ഇക്വേഷൻസേ പഠിക്കാനുള്ളൂ. നമുക്ക് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ സെക്ഷൻ മോഡൽസിൻ്റെ 2 ഇക്വേഷൻസ് റെക്റ്റാങ്കിൾ സെക്ഷൻ്റെയും പഠിക്കാം, സർക്കുലർ സെക്ഷൻ്റെയും പഠിക്കാം.
അതേപോലെ നമ്മുടെ പിന്നെ ബെൻഡിങ് മൂവ്മെൻറ്റും ഷിയർ ഫോഴ്സ് ഡയഗ്രം നിങ്ങൾ കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ പഠിക്കാൻ പറ്റുന്ന ആൾക്കാർ കാണാൻ പഠിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വരച്ച് നോക്കിയിട്ട് എഴുതാനുള്ള ഐഡിയ നമുക്ക് വരണം. ഇവിടെ പോയിന്റിലോട്ട് വരുന്ന സമയത്ത് എങ്ങനെയാണ് ആ ഒരു ഷിയർ ഫോഴ്സ് ഡയഗ്രം അല്ലെങ്കിൽ ബെൻഡിങ് മൂവ്മെൻറ്റ് ഡയഗ്രം വരിക എന്നും അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു വാല്യൂസ് എങ്ങനെ എടുക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. WL നമുക്ക് ഡയറക്റ്റ് പഠിക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ വരച്ചിട്ട് നമുക്ക് കണ്ടെത്താനുള്ള ഐഡിയ ഉണ്ടാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ ടോപ്പിക്കിൽ വരുന്ന ലാസ്റ്റ് പ്രോബ്ലമാണ് നമുക്ക് നോക്കാം. A beam of rectangular section with 60 mm wide and 120 mm depth is to carry a concentrated load of 12 kN at its midspan. Find the required span for the beam if the maximum bending stress in the beam is limited to 65 Nm/mm². അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ വേറെ തരത്തിലുള്ള ചെറിയൊരു വ്യത്യാസം മാത്രമേ പ്രോബ്ലത്തിലുള്ളൂ. ഇപ്പോൾ പ്രോബ്ലം വായിച്ചപ്പോൾ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതായത് എ ബീം ഓഫ് റെക്റ്റാങ്കുലർ സെക്ഷൻ വിത്ത് 60 mm വൈഡ്, അല്ലേ, 60 mm വൈഡും ആൻഡ് 120 mm ഡെപ്ത്ത്. ഓക്കെ, 60 mm വൈഡ് ആൻഡ് 120 mm ഡെപ്ത്ത് ഉള്ള ഒരു റെക്റ്റാങ്കുലർ സെക്ഷനാണ് അല്ലെങ്കിൽ ബീമാണ്. ഈസ് ടു ക്യാരി എ കോൺസെൻട്രേറ്റഡ് ലോഡ് ഓഫ് 12 kN അറ്റ് ഇറ്റ്സ് മിഡ് സ്പാൻ. അപ്പോൾ നമ്മളൊരു ബീമായിട്ട് വരയ്ക്കുമ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ അതൊരു ബീമാണെങ്കിൽ അതിൻ്റെ മിഡ് സ്പാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ, ഓക്കെ, അതിൻ്റെ സെൻറ്ററിൽ എന്ത് ചെയ്യുന്നു, ഒരു പോയിൻ്റ് ലോഡ് ആക്ട് ചെയ്യുന്നു. എത്രയാണ് ആ പോയിൻ്റ് ലോഡ്? പോയിൻ്റ് ലോഡ് 12 kN ആണ്. 12 kN പോയിൻ്റ് ലോഡാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. ഫൈൻഡ് ദ റിക്വയർഡ് സ്പാൻ ഫോർ ദ ബീം ഇഫ് ദ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ഇൻ ദ ബീം ഈസ് ലിമിറ്റഡ് ടു 65 Nm/mm². അപ്പോൾ ഇവിടെ ഫൈൻഡ് ദ റിക്വയർഡ് സ്പാൻ ഫോർ ദ ബീം. സ്പാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ബീമിൻ്റെ ലെങ്ത്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഈ ലെങ്ത്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പറഞ്ഞാൽ മനസ്സിലായല്ലോ, ബീമിൻ്റെ ലെങ്ത്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ്റെ മീനിങ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് എന്ത് വേണ്ടി വരും? നമുക്ക് ഇപ്പോൾ ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മുടെ ബീമിൻ്റെ കേസ്, അതായത് ബീം കാൻലിവർ ആണോ അല്ലെങ്കിൽ സിംപ്ലി സപ്പോർട്ട് ബീമാണോ ഒന്നും പറഞ്ഞിട്ടില്ല, അല്ലേ. ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാവും. ക്വസ്റ്റ്യനിൽ എവിടെയും ഏത് ടൈപ്പ് ബീമാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ആ ബീമിൻ്റെ സെൻറ്ററിൽ മിഡ് പോയിൻറ്റിൽ ലോഡ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ പറയാത്ത കാരണം നമുക്ക് വേണമെങ്കിൽ SSB ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ SSB ഒരു ബേസിക് ലെവൽ സപ്പോർട്ട് ആയതുകൊണ്ട്, ഓക്കെ, സാധാരണ നമ്മൾ SSB കാൻലിവർ അങ്ങനെയാണ് പഠിച്ചു പോകാറുള്ളത്. അപ്പോൾ SSB ഏറ്റവും ബേസ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ടൈപ്പ് ഓഫ് സപ്പോർട്ട് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഇത് SSB ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ബ്രെഡ്ത്ത്, ഡെപ്ത്ത്, പോയിൻ്റ് ലോഡ് 12 kN, അല്ലെങ്കിൽ നമുക്ക് W = എന്ത് എഴുതാം, 12 × 10⁻³ N എഴുതാം, അല്ലേ. പോയിൻ്റ് ലോഡ് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, നമ്മൾ W ആണ് ശരിക്കും ലോഡ് എന്ന് പറഞ്ഞാൽ. നമ്മൾ W നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ W = നമുക്ക് 12 kN നമുക്ക് ന്യൂട്ടണിലേക്ക് ആക്കുമ്പോൾ 12 × 10⁻³ പറയാവുന്നതാണ്, എഴുതാവുന്നതാണ്. പിന്നെ മാക്സിമം ഷിയർ ബെൻഡിങ് സ്ട്രെസ് 65 Nm/mm² ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മുടെ ആ ബീമിൻ്റെ ലെങ്ത്താണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ പോലെ നമ്മുടെ ഇക്വേഷൻ എഴുതി നോക്കാം. നമുക്ക് അറിയാം നമ്മുടെ ഇക്വേഷൻ M/I = F/Y = E/R. അപ്പോൾ ഏകദേശം എല്ലാവർക്കും ഈ ഒരു ഇക്വേഷൻ മനസ്സിലേക്ക് പതിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ ആ ഒരു സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്തത്. അതായത് നമ്മൾ ശരിക്കും ഇതിൻ്റെ ഡെറിവേഷൻ പഠിക്കാനുണ്ട്, അല്ലേ. നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് ഓൾറെഡി ആദ്യം നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. പക്ഷേ അത് പഠിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നേരെ സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് പ്രോബ്ലത്തിലേക്കാണ് വന്നത്. കാരണം നമ്മൾ ഈ പ്രോബ്ലമൊക്കെ പഠിച്ച് നമുക്ക് അത്യാവശ്യം ഒരു ധൈര്യമാവും. പ്രോബ്ലമൊക്കെ പഠിച്ച് നമുക്ക് അത്യാവശ്യം കോൺഫിഡൻസ് ലെവൽ കൂടും. ആ ഇക്വേഷൻ അറിയാണ്ട് നമ്മുടെ മനസ്സിലേക്ക് പതിയും ചെയ്യും. പിന്നെ നമ്മൾ ആ ഇക്വേഷൻ എങ്ങനെ ഉണ്ടായി എന്ന് പഠിക്കുമ്പോൾ കുറച്ചും കൂടി രസമായിരിക്കും. ഓക്കെ, ആ ഒരു സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്തത്. അത് സക്സസ് ആവുന്നതിനാണ് പ്രതീക്ഷ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻ ബൈ ഹാർട്ടായി മാറിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, M/I = F/Y = E/R. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ഇക്വേഷനിൽ വേണമെങ്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ Eയും R'ും ഒന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവരെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആദ്യത്തെ വരുന്ന രണ്ടാളെ മാത്രം നോക്കിയാൽ മതി, അല്ലേ. M/I = F/Y. അതായത് നമ്മൾ നേരത്തെ മുന്നേ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമുക്ക് വേണമെങ്കിൽ ഫൈനലി നമുക്ക് M =
എഫ് ഇൻറ്റു സെഡ് എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. കാരണം എം ഈക്വൽ ടു എഫ് ഇൻറ്റു ഐ ബൈ വൈ എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് എം ഈക്വൽ ടു എഫ് ഇൻറ്റു സെഡ് എഴുതാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ ഇനി ഏതൊക്കെ ടേം നമുക്ക് അറിയാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എഫ് നമുക്കറിയാം അല്ലേ, എഫ് നമുക്കറിയാം. സെഡ് നമുക്ക് കാണാൻ പറ്റും, കാരണം അവിടെ ബ്രെഡ്ത്തും വിഡ്ത്തും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബി ഡി സ്ക്വയർ ബൈ 6 എന്ന് പറയുന്ന ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് സെഡ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാം, സെഡും എഫും ഉപയോഗിച്ച് നമുക്ക് എം കണ്ടു നോക്കാം. ഓക്കെ, പറയുന്നത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് കേട്ട് നോക്കാം. ഓക്കെ, നമുക്കിനി എം എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കാണാൻ പറ്റും. എഫിൻ്റെ സ്ഥാനത്ത് 65 ആണ്, 65 കൊടുക്കുക. സെഡ് നമ്മൾ പറഞ്ഞ പോലെ ബി ഡി സ്ക്വയർ ബൈ 6 കൊടുക്കുക. അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആൻസർ 144,000 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും സെഡ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സെഡ് സെക്ഷൻ മോഡുലസ് എന്ന് പറയുമ്പോൾ ക്യൂബിലായിരിക്കും എന്ത് ചെയ്യുക യൂണിറ്റ് വരിക. എം ആണെങ്കിൽ എം ക്യൂബിലാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ 144,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ആൻസർ കിട്ടും. ആ ആൻസറാണ് നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണുന്നത്. കണ്ടോ, ഇക്വേഷൻ എം ഈക്വൽ ടു എഫ് ഇൻറ്റു സെഡ് ചെയ്തു. 65 ഇൻറ്റു 144,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഫൈനലി നമുക്ക് ആൻസർ എം ഈക്വൽ ടു 93.6 ഇൻറ്റു 10⁵ ന്യൂട്ടൺ mm കിട്ടി. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് ദ റിക്വയർഡ് സ്പാൻ ഫോർ ദ ബീം അല്ലേ. ഇപ്പോൾ റിക്വയർഡ് സ്പാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ബീമിൻ്റെ ലെങ്ത്താണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കേസിൽ ഏത് ടൈപ്പ് ബീമാണെന്ന് എവിടെയും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. ക്യാൻലിവർ ബീമാണോ സിംപ്ലി സപ്പോർട്ട് ബീമാണോ എന്നുള്ള കാര്യം പറഞ്ഞില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് നമ്മുടെ സിലബസ് പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ബീംസും ക്ലാസിഫിക്കേഷൻ ഓഫ് സപ്പോർട്ടൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ക്യാൻലിവറും ഫിക്സഡ് ബീമും അതുപോലെ കണ്ടിന്യൂസ് ബീമും ഓവർ ഹാങ്ങിങ് ബീമൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും നമുക്ക് പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുന്ന ഏരിയയിൽ നമ്മുടെ ക്യാൻലിവറും അതുപോലെ സിംപ്ലി സപ്പോർട്ട് ബീമും മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ സിംപ്ലി സപ്പോർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഈ ബീമിനെ കരുതാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ക്യാൻലിവറായിട്ട് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഏത് എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ സിംപ്ലി സപ്പോർട്ടായി എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടുത്തെ ബെൻഡിങ് മൊമെൻ്റ് ഇക്വേഷൻ ഏതായിരിക്കും നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. സിംപ്ലി സപ്പോർട്ടാകുമ്പോൾ ബെൻഡിങ് മൊമെൻ്റ് ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. WL/4 ആണ് അല്ലേ. സിംപ്ലി സപ്പോർട്ടിൽ മിഡ് പോയിൻ്റ് ലോഡ് വരുമ്പോൾ WL/4 ആണ്. എന്നാൽ നിങ്ങൾ സിംപ്ലി സപ്പോർട്ടിന് പകരം എന്ത് ചെയ്യാണ്, ക്യാൻലിവർ എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ക്യാൻലിവർ എടുക്കുമ്പോൾ അവിടെ നമ്മുടെ ഇക്വേഷൻ എന്താണ് വരിക, നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ബെൻഡിങ് മൊമെൻ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ WL ആണ് വരിക. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ 2 കേസും അവിടെ എഴുതി വെക്കുക. കാരണം പ്രോബ്ലത്തിൽ ക്വസ്റ്റ്യനിൽ പ്രത്യേകം ഏത് ടൈപ്പ് ബീമാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നിങ്ങൾ 2 കേസും എഴുതി വെക്കുക. ക്യാൻലിവർ ആകുമ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ലെങ്ത്ത് കാണാം. നമ്മുടെ സിംപ്ലി സപ്പോർട്ട് ആകുമ്പോൾ നമ്മൾ ലെങ്ത്ത് കാണാൻ ഈ ഇക്വേഷൻ ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, BM ഈക്വൽ ടു ബെൻഡിങ് മൊമെൻ്റ് ഈക്വൽ ടു WL/4. അപ്പോൾ നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് ഓൾറെഡി ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, ഈ പറയുന്ന 93.6 ഇൻറ്റു 10⁵ കിട്ടിയിട്ടുണ്ട്. ഈക്വൽ ടു എന്ത് ചെയ്യാം, നമ്മൾ ചെയ്യാൻ പോകുന്നത് സിംപ്ലി സപ്പോർട്ടായിട്ട് എടുക്കുകയാണ്. സോ ഇൻറ്റു WL/4 ഈക്വൽ ടു W ഇൻറ്റു L/4. ഈ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ഡബ്ല്യുവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. W നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, 12 ഇൻറ്റു 10⁻³ ആണ്, ഇൻറ്റു L/4 ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇനി ഈ L കണ്ടാൽ മതി, നമ്മുടെ ആൻസർ ആവും. അതായത് ഈ 4 ഈക്വലിൻ്റെ അപ്പുറം പോകുമ്പോൾ ഇൻറ്റു മേലേക്ക് ഇൻറ്റു 4 വരും, പിന്നെ 12 ഇൻറ്റു 10⁻³ താഴേക്കും വരും. ഓക്കെ, ഫൈനലി നമ്മുടെ ആൻസർ വരിക ഇങ്ങനെ വരിക. നമ്മുടെ സ്റ്റെപ്പ് ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പ് ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും, 93.6 ഇൻറ്റു 10⁵ ഈക്വൽ ടു WL/4 ആണ്. ഇപ്പോൾ W ക്വസ്റ്റ്യനിൽ നമുക്ക് 12 ഇൻറ്റു 10⁻³ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇൻറ്റു നമുക്കറിയാത്ത L ആണ് ഇവിടെ ഉള്ളത്, L/4 നമുക്കറിയാം അല്ലെ, 4 ഉണ്ട്. നമുക്ക് ഈ L ആണ് ഇവിടുന്ന് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, L ഈക്വൽ ടു ഇക്വേഷൻ അങ്ങനെയായിട്ട് മാറും. ഈ 4 മേലേക്ക് വരും, ഈ 12 ഇൻറ്റു 10⁻³ താഴേക്കും പോകും. അപ്പോൾ 93.6 ഇൻറ്റു 10⁵ ഇൻറ്റു 4 ഓൾ ഡിവൈഡ് ബൈ 12 ഇൻറ്റു 10⁻³ വരും. ഇത് നമ്മൾ കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്യുക, നമുക്ക് ഫൈനൽ ആൻസർ 3120 കിട്ടുന്നുണ്ടായിരിക്കുക. അത്രയും MM നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ മീറ്റർ ആക്കാൻ 3 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിൻ്റ് കൊടുത്താൽ മതി. അതായത് 3.12 മീറ്റർ ആയിരിക്കും ലെങ്ത്ത് മീറ്ററിൽ പറയുമ്പോൾ.
ശരി, അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഐഡിയ കിട്ടുന്നുണ്ടായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നമ്മൾ സിംപ്ലി സപ്പോർട്ടിൻ്റെ കേസിൽ നമ്മൾ ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, അത് നിങ്ങളുടെ ആ സെയിം ബുക്ക് തന്നെ എന്ത് ചെയ്യുക, അത് കാൻലിവർ ബീമായിട്ട് നിങ്ങൾ എഴുതി വെക്കുക. കാരണം നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ കാൻലിവർ ബീമാകുമ്പോൾ എന്ത് ചെയ്യുക, അതേപോലെ മിഡ് പോയിൻ്റ് ലോഡ് വരുന്ന കേസിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്, ബെൻഡിങ് മൊമെൻ്റ് ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. ഞാൻ ഇപ്പോൾ പറയുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തെറ്റാണ്. അത് ഇപ്പോൾ നമ്മുടെ എൻഡ് പോയിൻ്റ് ലോഡ് വരുന്ന കേസാണ്, ഫ്രീ എൻഡ് ലോഡ് വരുന്ന കേസാണ് WL എന്ന് പറഞ്ഞാൽ. മിഡ് പോയിൻ്റ് ആകുമ്പോൾ ഇക്വേഷനിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഇക്വേഷൻ നിങ്ങൾ പഴയ മൊഡ്യൂളിലെ അല്ലെങ്കിൽ പഴയ മൊഡ്യൂളിലെ പേജ് മറച്ച് നോക്കുക, അവിടുന്ന് കണ്ടെത്തുക. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അവിടുന്ന് പേര് Aയും B ഒക്കെ കൊടുത്തിട്ട്, അതേപോലെ W ലോഡ് കൊടുത്തിട്ട്, ലെങ്ത്ത് L കൊടുത്തിട്ട് നിങ്ങൾ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും കണ്ടിട്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരച്ചിട്ട് ആ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ കണ്ടെത്തുക. അതിലേക്ക് എന്ത് ചെയ്യുക, ബെൻഡിങ് മൊമെൻറ്റ് ഈക്വൽ ടു നമ്മൾ പിന്നെ ഇവിടുന്ന് ചെയ്ത പോലത്തെ ഈ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്നുള്ള താഴോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ടോപ്പിക്കിലെ എല്ലാ പ്രോബ്ലംസും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലംസാണ് നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലും ചോദിക്കുന്നത്. നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ ഏകദേശം തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ്ങിൽ ഏകദേശം ഇത്ര കാര്യങ്ങൾ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് വരുന്നത് നമുക്ക് ഡിഫ്ലക്ഷൻ ഓഫ് ബീംസും വരുന്നുണ്ട്, പിന്നെ കോളംസ് ആൻഡ് സ്റ്റഡ്സും. ഈ 2 ടോപ്പിക്കാണ് ഇനി വരുന്നത്. കോളംസ് ആൻഡ് സ്റ്റഡ്സൊക്കെ വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ്, പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ചെറിയ ചെറിയ ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഡിഫ്ലക്ഷനിലാണ് പിന്നെയും കുറച്ച് വലിയ ഇക്വേഷൻസൊക്കെ വരുന്നത്. ഒരു 8ഓളം ഇക്വേഷൻസ് പഠിക്കാനുണ്ടായിരിക്കും. ഓക്കെ, എല്ലാം നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. നമ്മളെല്ലാ ക്ലാസ്സും കഴിഞ്ഞിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് തേർഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്ലാസ്സുകൾ മനസ്സിലാവുണ്ടെന്നാണ് വിശ്വാസം. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, മാക്സിമം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ. താങ്ക് യു ഫോർ വാച്ചിങ്.